അത്തം തൊട്ട് ഓണം വരെയുള്ള 10 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഈ സാമ്പാർ നമ്മുടെ ജീവിതത്തിലൂടെ ഒരു 3-4 പ്രാവശ്യങ്ങളും കടന്നിറങ്ങി പോയിട്ടുണ്ടാവും അല്ലേ? എന്നാൽ ഒരു ദിവസത്തെ സാമ്പാർ ഇതുപോലെ ഒരു ബീട്രൂട്ട് സാമ്പാർ ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റുമാണ്, എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. അതിനുവേണ്ടി കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ പരിപ്പ്, ബീട്രൂട്ട്, സവാള, തക്കാളി ഇതെല്ലാം കൂടി ഇട്ടുകൊടുക്കാം. ബാക്കി വന്ന മുരിങ്ങക്കായ വെന്തുടയണോണ്ട് തന്നെ ഇവരെ കൂടെ വിടണ്ട കേട്ടോ, അവിടെ നിൽക്കട്ടെ. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കുക്കറിൽ ഒരു 4 സ്റ്റീം വരുന്ന വരെ വേവിച്ചെടുക്കാം. സാധാരണ സാമ്പാറിനെ പോലെ ഒരുപാട് മസാലകളൊന്നും ഇതിന് ആവശ്യമില്ല. കുറച്ച് തേങ്ങയും ഒരു ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളിയും കൂടി ഒന്നങ്ങോട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ സാധാരണ സാമ്പാറിന് വറക്കണ പോലെ തന്നെ വറുത്തെടുക്കാം. വറവൊക്കെ നന്നായി മൂത്തൂട്ടോ. ഇനി കുക്കർ ഒന്ന് തുറന്നിട്ട് അതിലേക്ക് മുരിങ്ങക്കായ മുറിച്ച് വെച്ചതും കുറച്ച് പുളിവെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് അടച്ചിരുന്നൊന്ന് നല്ലോണം തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ വറുത്ത തേങ്ങ അരച്ചു കൊണ്ടുവരാം. ഇനി എന്താ അരച്ചു കൊണ്ടുവന്ന തേങ്ങ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. വെള്ളമൊക്കെ പാകാക്കി നന്നായി ഒന്ന് തിളപ്പിക്കുക. മുഴുവനാവാൻ വേണ്ടി ഒരു വറവും കൂടി ഇട്ട് കൊടുത്തേക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക്, കറിവേപ്പില, കായം, ഉലുവ ഇത്രയും വറുത്തിട്ട് സാമ്പാർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നാൽ പിന്നെ ഒരു ദിവസം ഇതുപോലൊരു ബീട്രൂട്ട് സാമ്പാർ തന്നെ ഉണ്ടാക്കിക്കോളൂ. കൂടെ തന്നെ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.